അപ്പോൾ കന്യാകുമാരി തന്നെയാണ് ഉള്ളത്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ ബാക്കി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ രാവിലെ തന്നെ വിവേകാനന്ദപ്പാറയ്ക്ക് പോകണം. ബോട്ടൊക്കെ ബുക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. ഞാൻ രാവിലെ പോയി സൺറൈസ് കണ്ടിട്ട് വന്നു. ഇവർ താമസിച്ച് എഴുന്നേറ്റോ, ഇവർക്ക് കാണാൻ പറ്റിയില്ല. ക്ഷീണമായിപ്പോയി, കിടന്ന് ഉറങ്ങിപ്പോയി കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇവിടെ നമ്മൾ റൂം എടുത്തേക്കുന്ന ഹോട്ടലിൽ ഇവിടെ ബുഫേ ഉണ്ട്. ബുഫേ ബുക്ക് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ക്യൂ നിൽക്കണ്ട, ബോട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് പോകട്ടെ, അല്ലെങ്കിൽ മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ടി വരും. അതെ, വാവ ഫ്രണ്ടിൽ ഇറങ്ങി കണ്ടോ, നമ്മളെ വിളിക്കുക. പൊക്കോ പുറകെയുണ്ട്. വാ, അതൊക്കെ അടച്ചു. വാ, ചിലപ്പോൾ എടുത്തിട്ട്. അപ്പോൾ ഇവിടെയാണ് ബുഫേ. നമ്മുടെ റൂമിനോട് ചേർന്നാണ്. എന്തൊക്കെ ഐറ്റംസ് ആണ് ഉള്ളതെന്ന് നോക്കാം. വേണ്ടില്ലേ, ഇത് ഒരാൾക്ക് 200 രൂപയാണ് വരുന്നത് കേട്ടോ. അൺലിമിറ്റഡ് ആണ്, നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം. കോഫി എല്ലാം ഉണ്ട്. ഇഡ്ഡലി, വട, പൂരി എല്ലാ ഐറ്റംസും ഉണ്ട്. എല്ലാത്തിനും പേരൊക്കെ എഴുതിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ പൊങ്കലുണ്ട്. ആരും വന്നു തുടങ്ങിയില്ല അല്ലേ കഴിക്കാൻ? എന്താണ് വേണ്ടതെന്നൊക്കെ എടുത്തു. സെൽഫ് സർവീസാണ്. ഇഡ്ഡലി ഉണ്ട്, പൊങ്കൽ, പൂരി ആയില്ലല്ലേ? പൂരി ഉള്ളതല്ലേ? ഇത് മറ്റേ പൂരി ബജിയുടെ സാമ്പാർ, ചമ്മന്തി. വെജാണ്, കംപ്ലീറ്റ് വെജാണ്. പിന്നെ സലാഡുണ്ട്. കൊച്ചെന്നാ വേണ്ടേ? പൂരി ലൈറ്റ് വരുമല്ലേ? ഇപ്പോൾ വരും കേട്ടോ. ഉഴുന്നോടെ ഉണ്ട്, കോഫി ഉണ്ട്, ടീ ഉണ്ട്, ജ്യൂസ് ഉണ്ടല്ലേ, വാട്ടർമെലൺ. അപ്പോൾ നമുക്ക് അത് ഇവിടെ ഇരുന്ന് കഴിക്കാം. ഈ ബുഫേ 7 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യണേ? 7:30 അല്ലേ? ഓക്കെ. പൂരി വരുമ്പോൾ എടുത്തു തരാം. ഇപ്പോൾ ഇഡ്ഡലി 2 വെക്കട്ടെ? ഇഡ്ഡലി 1 മതിയോ? കൊച്ചു കഴിച്ചു തുടങ്ങും. ഇപ്പോൾ തന്നെ പൂരി വരും കേട്ടോ. ചട്നി എടുത്തു തരാം. പാവയ്ക്ക് ഇഡ്ഡലി വയ്ക്കട്ടെ? 2 മതിയോ? നിനക്കും പാവയ്ക്കൂടെ ഒരുമിച്ച് വയ്ക്കാം. തരാം. സാമ്പാർ വേണ്ടേ? അവിടെ തരാം. പ്ലേറ്റ് കാണിക്കേ. സാമ്പാർ മതിയോ? ചട്നി വേണ്ടേ? വട എടുത്തോ, കൊച്ചെടുത്തോ. പൂരി ഇപ്പോൾ വരും കേട്ടോ. പക്ഷേ ഞാനും എടുക്കട്ടെ. പൂരി വന്നു. ചെറുക്കപ്പുര പൂരിയല്ലേ വേണ്ടേ? അത് കഴിക്കുക. അച്ഛനെ എടുത്തു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഇഡ്ഡലിയാണ് എടുത്തത്. 2 ചട്നിയാണ് കേട്ടോ. അതെ, യെല്ലോ ചട്നി ഒരു കണ്ടില്ല. ഇത് വേണ്ടേ? ആ ചട്നി വേണ്ടേ? കഴിച്ചു. ഇത് കഴിച്ചിട്ട് നമുക്ക് പൂരി കഴിക്കാം. ഇവർ പറഞ്ഞ ചട്നി അടിപൊളിയാകുന്നു. ഞാൻ നോക്കട്ടെ കേട്ടോ. വെള്ളയല്ലേ നിങ്ങളെടുത്തേ? വലിയ പ്രത്യേകതയൊന്നുമില്ല. ഇത് തേങ്ങയല്ല, തേങ്ങ കടലയും കൂടെ. നിങ്ങളധികം കഴിക്കാത്തതുകൊണ്ട്, തമിഴ്നാട്ടിൽ നമ്മൾ സ്ഥിരം കഴിക്കുന്നതല്ലേ. തേങ്ങ മാത്രമല്ല, അതിൽ കടല അരച്ചിട്ടുണ്ട്, മല്ലിയില. അങ്ങനെ ഇവിടെ തമിഴ്നാട്ടിൽ ചട്നി ഉണ്ടാക്കണേ. പക്ഷേ വയറ് നിറച്ച് കഴിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഈ റൂമൊക്കെ ഒന്ന് കാണാനായിട്ടെ. ഇത് ഫസ്റ്റ് ഫ്ലോറിലാണ്. ഇവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബീച്ചൊക്കെ കാണാം. അപ്പോൾ ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിലാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടുന്ന് ബീച്ച് നേരിട്ട് പോയി കാണാമല്ലോ, അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ റേറ്റ് കൂടുതലാണ്. അപ്പോൾ നമ്മളെടുത്തത് തന്നെ ആ റൂമിന് തന്നെ 2200 ആയി. 2200 ഇന്നലെ എടുത്ത ആ ദിവസത്തെ റേറ്റാണ്. ഇവിടെ റേറ്റ് മാറിക്കൊണ്ടിരിക്കുന്നതാണ് പറഞ്ഞത് കേട്ടോ. സീസൺ ടൈമിൽ, പിന്നെ നല്ല എന്താ പറയുക, തിരക്കുള്ള ടൈമിൽ, വീക്കെൻഡിലൊക്കെ ചിലപ്പോൾ ഇരട്ടി വരെ ആകുമെന്ന് പറഞ്ഞു. ഇപ്പോൾ 2200 രൂപയ്ക്കാണ് നമ്മൾ ആ റൂം എടുത്തേക്കുന്നത്. സഹായ RC എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര്. അതിൻ്റെ മാനേജറൊക്കെ ഒരു മലയാളി ചേട്ടനാണ്. ജസ്റ്റ് ഞങ്ങളിങ്ങനെ ബുക്ക് ചെയ്തൊന്നുമില്ല, നേരെ ഇവിടെ വന്ന് എടുക്കുകയാണ് ചെയ്തത്. എന്നാ ഉടുപ്പൊക്കെ മാറാം. അപ്പോൾ ഞങ്ങൾ ബോട്ടിങ്ങിൻ്റെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണേ. ആക്ച്വലി ബോട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. ബുക്ക് ചെയ്യണമെങ്കിൽ ഇവരുടെ ഒരു സൈറ്റ് ഉണ്ട്, പൂമ്പുഹാർ ഷിപ്പിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ്. ആ സൈറ്റിൽ കയറിയാൽ നമുക്ക് ബോട്ട് ബുക്ക് ചെയ്യാം. 300 രൂപയാണേ. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യൂവിൽ നിൽക്കണ്ട. അല്ലെങ്കിൽ നോർമൽ ടിക്കറ്റ് ആണെന്നുണ്ടല്ലോ 100 രൂപയുടെ ടിക്കറ്റ് മണിക്കൂറുകൾ ക്യൂ നിൽക്കണം. അപ്പോൾ ആ തിരക്കനുസരിച്ച് അതിൻ്റെ ക്യൂ എത്ര ടൈം വേണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് കയറാം. അപ്പോൾ ആ സൈറ്റിൽ നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്താൽ നമുക്ക് അതോടെ കാണിച്ചാൽ മതി, കൗണ്ടറിൽ കാണിച്ചാൽ മതി. ഞങ്ങളിപ്പോൾ ഒരു പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. ഹോട്ടലിൽ നിന്ന് ചേട്ടൻ പ്രിൻ്റ് എടുത്തുന്നുണ്ടോ. പ്രിൻ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് മൊബൈലിൽ അത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എൻട്രി തരും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പം ടൈമും കൊടുക്കാം കേട്ടോ. ഞങ്ങൾ 8-8:30 ആ ടൈമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പം
ടിക്കറ്റ് ബുക്ക് ചെയ്താൽ ഞങ്ങളിപ്പോൾ ശശിയായെന്ന് തോന്നുന്നു. ക്യൂ നിൽക്കുന്നിടത്ത് വലിയ തിരക്കൊന്നും ഇല്ലല്ലോ. രാവിലെ സൺറൈസ് കാണാൻ വന്നപ്പം നല്ല തിരക്കായിരുന്നേ. വലിയ ക്യൂ ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ബോട്ട് പോയിട്ട് അടുത്ത ബോട്ടിൻ്റെ കയറാനുള്ള അതവിടെ ക്യൂ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കെന്തായാലും ഈ ടിക്കറ്റ് എവിടെ കാണിക്കണമെന്ന് നോക്കട്ടെ. അകത്ത് കാണിക്കണം. ഇതാണ് ക്യൂ നിൽക്കുന്ന ഏരിയ. കണ്ടില്ലേ, നല്ല തിരക്കുണ്ടെങ്കിൽ ഇത് അവിടുന്ന് രണ്ട് സൈഡിൽ നിന്നും ഭയങ്കര ക്യൂ ആയിരിക്കും. ഞാനത് പ്രതീക്ഷ വന്നത്, പക്ഷേ ഇന്ന് വലിയ തിരക്കില്ല എന്ന് വിചാരിക്കുന്നു. നമുക്കെന്തായാലും അത് ആലോചിക്കേണ്ട കാര്യമില്ല, ടിക്കറ്റ് കയറിക്കുന്നതുകൊണ്ട് തന്നെ. ഇതാണ് നോർമൽ ക്യൂ. നമ്മൾ ടിക്കറ്റ് എടുത്തുകൊണ്ട് ഇതിലെങ്ങനെ നേരെ കയറി പോകാമേ, തിരക്കൊന്നുമില്ല. അപ്പോൾ ഇത് ഞങ്ങൾ പ്രിൻ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് കാണിച്ചാൽ മതി അവിടെ. കണ്ടോ, ഞങ്ങൾക്കൊരു ക്യൂ ഇല്ല. ഇത് നോക്കി, ഇത് പുറമെ ആളുകളെ കണ്ടില്ലെങ്കിലും ഇത് അകത്ത് നല്ല ക്യൂ ആണ്. ഇതൊക്കെ മണിക്കൂറുകൾ നിൽക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ക്യൂ നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങനെ ചെയ്താൽ മതിയേ. ഈ പിള്ളേരുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്കിപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ നിൽക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ എത്ര നേരം നിൽക്കേണ്ട വരുന്നതൊന്നും പറയാൻ പറ്റില്ല. നടന്നു. ഇത് കണ്ടില്ല, ഇങ്ങനെ ഈ കയറ് കെട്ടി തിരിച്ചേക്കുവാണ്. അപ്പോൾ നമുക്ക് ഈ ബുക്ക് ചെയ്തവരെ ഇതിലെ കയറ്റി വിടും. അപ്പോൾ ഡയറക്റ്റ് ബോട്ടിലേക്ക് പോയി കയറിയാൽ മതി. ഈ ടിക്കറ്റിലൊരു QR കോഡുണ്ട്. ഇത് അവർ റീഡ് ചെയ്യും. അങ്ങനെ ടിക്കറ്റ് നമ്പർ കാര്യങ്ങളെല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. ഇത്രയും പരിപാടിയുള്ളൂ. ഇതൊക്കെ ക്യൂ നിൽക്കുന്ന ടൈമിൽ ഇവിടെ റെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ബെഞ്ചുകളാണ്. ഇതുകൊണ്ടല്ല, അതിൻ്റെ അകത്തൊക്കെ ആളുകൾ നിൽക്കുന്നുണ്ടോ. നമ്മൾ നേരെ ബോട്ടിലേക്ക് ഒന്ന് കയറും. ഒട്ടും നിൽക്കേണ്ടതൊന്നുമില്ല കേട്ടോ. അതായത് നമ്മളിപ്പം അവിടെ നിന്ന് ഇറങ്ങി അപ്പം തന്നെ ഇവിടെ എത്തി. ടിക്കറ്റ് അപ്പോൾ നോക്കേ, വിവേകാനന്ദപ്പാറ. അവിടെ നമ്മൾ പോണേ. അപ്പോൾ നമ്മുടെ ബോട്ട് അവിടെ വന്ന് റെഡിയായി കിടക്കുന്നുണ്ട്. നേരെ പോയി കയറിയാൽ മതി. ഇതുള്ളത് ഫിഷിംഗ് ബോട്ടുകളുണ്ടോ. ഇവിടെ കുറേ ബോട്ടുകളൊക്കെ നിർത്തിയിട്ടേക്കണ കാണാം. വാവേ, ഇവിടെ നോക്കിയത് എങ്ങോട്ടാ പോണേ കൊച്ച്? ഇത് എങ്ങോട്ടാ പോണേ? ഗ്ലാസ് ബ്രിഡ്ജ് ഇത് ഇവിടുന്ന് കാണാൻ പറ്റുന്നില്ലേ? കണ്ടോ, അത് കണ്ടോ. അവിടേക്ക് നമ്മൾ അവിടേക്ക് നമ്മൾ പോണേ. ബോട്ട് ഇത് ഇവിടെ ബോട്ട് വരും. ബോട്ടിൽ കയറി പോകും കേട്ടോ. ഈ ബോട്ടല്ല, ഇത് ചെറിയ ഷിപ്പാ. നമ്മുടെ ബോട്ട് അവിടെ. നമ്മുടെ ബോട്ട് ഇതേ വന്ന് കിടക്കണോ. ലൈഫ് ജാക്കറ്റ് എടുത്തോട്ടോ. വാവരിക്കുന്നൊക്കെ, വാവയ്ക്ക് ജാക്കറ്റ് വേണ്ടേ? ബോട്ട് ഫുള്ളായിട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ കിടന്ന് ഇറങ്ങുന്നുണ്ട്. വാവ ആദ്യമായിട്ടല്ലേ ബോട്ടൊക്കെ കയറണേ. കണ്ടോ വിവേകാനന്ദപ്പാറ. ചില സമയത്തേ നല്ല കാറ്റുള്ള ടൈമിൽ ഇത് കിടന്ന് ഇങ്ങനെ ബോട്ട് കിടന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യും. ഇങ്ങനെ കിടന്ന് ആടും. നമുക്ക് പേടി തോന്നും. അപ്പോൾ നമ്മളിത് കരക്കെത്തി കേട്ടോ. കരക്കെല്ലാം പാറ മേളിൽ. ഇവിടെ ചെരുപ്പ് താഴെ സൂക്ഷിക്കാനുള്ള സ്ഥലമുണ്ട്. ഇവിടെ ടിക്കറ്റ് എടുക്കണം. ദർശനത്തിന് 30 രൂപ ടിക്കറ്റ് എടുക്കണം. അപ്പം മുകളിൽ കയറണമെന്നുണ്ടെങ്കിൽ കണ്ടോ, ഒരാൾക്ക് 5 വയസ്സ് മുകളിലേക്കുള്ള ഒരാൾക്ക് 30 രൂപ വെച്ചെടുക്കണേ. അപ്പം നമ്മളിപ്പം ബോട്ടിന് ബുക്ക് ചെയ്ത് സ്പെഷ്യൽ ടിക്കറ്റ് എടുത്താൽ പോലും ഇതിവിടെ എല്ലാവർക്കും എടുക്കണം കേട്ടോ. ചെരുപ്പ് മുകളിലേക്ക് കൊണ്ടുപോകത്തില്ല കേട്ടോ. ഇത് ഇവിടെ നമുക്ക് സൂക്ഷിക്കാം. അതിന് പ്രത്യേകം ചാർജ് ഒന്നും കൊടുക്കുന്നുണ്ടോ, ഫ്രീ ആട്ടോ. നമ്പർ എത്ര? 28. നമ്മുടെ 28 നമ്പർ ചെരുപ്പ് വെച്ചേക്കുന്നത് കേട്ടോ. കൗണ്ടർ ഓർമ്മ വേണേ. ഒരു ടോക്കണും തന്നിട്ടില്ല. 28. ഇതിൽ ചവിട്ടിക്കോ. ഇതിൽ ചവിട്ടിയാൽ പൊള്ളില്ല. അതുകൊണ്ടല്ലേ ആ വൈറ്റ് പെയിൻറ്റ് അടിച്ചേക്കുന്നത്. നല്ല കൂളിംഗ് അല്ലേ നോക്കി. അതാ പെയിൻറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമ്മളിതിൻ്റെ മേലുകൾ നടക്കുമ്പോഴേ ഈ പാറയൊക്കെ എപ്പോഴും ചൂടായി കിടക്കുമായിരിക്കും. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ വെള്ള കളർ പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. നമുക്ക് നടക്കാനായിട്ടാണേ. അപ്പോൾ ഈ പെയിൻറ്റിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടായിരിക്കും എന്തായാലും നടക്കുമ്പോൾ നോക്കി കാലൊട്ടും പൊള്ളുന്നില്ല എന്ന് മാത്രമല്ല, നല്ല തണുപ്പ് അല്ലേ, നല്ല തണുപ്പല്ലേ. അപ്പോൾ ആ ഒരു പർപ്പസിന് വേണ്ടി ചെയ്തേക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് കണ്ടോ, വിവേകാനന്ദൻ്റെ അമ്പലമാണേ. അപ്പോൾ അതിൻ്റെ മുന്നിൽ നിന്ന് അവിടെ ഈ വെയിൽ കണ്ടോ, സൂര്യൻ അവിടെ നിന്ന് ആയതുകൊണ്ട് മുന്നിൽ നിന്ന് ഭയങ്കര ഡാർക്കായി കിടക്കുവാണ്.
കാണാനൊരു ഭംഗിയില്ല. പക്ഷേ ഇവിടുന്ന് തിരുവള്ളൂർ സ്റ്റാച്ചു കണ്ടോ, ലൈറ്റ് അങ്ങോട്ടായതുകൊണ്ട് അടിപൊളിയൊരു വ്യൂ നമുക്ക് കിട്ടുന്നുണ്ടേ. ഇത് ഇതിൻ്റെ ബാക്ക് വശമാണ്. ഈ തണലത്തൊക്കെ കണ്ടോ കുറേ പേരൊക്കെ ഇരിക്കുന്ന കണ്ടില്ലേ. നല്ല കാറ്റല്ലേ, പറത്തിക്കൊണ്ട് പോയാൽ. ഇതൊന്നും അല്ല ഇവിടുത്തെ കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് നമുക്ക് ഇവിടെ നിൽക്കാൻ പോലും പറ്റില്ല, അത്ര അടിപൊളിയായിട്ട് കാറ്റ് വീശു ഇവിടെ. അതിൻ്റെ അകത്തൊരു ലൈബ്രറി അല്ലേ, ബുക്ക് സ്റ്റാളൊക്കെ ഉണ്ട്. ഇവിടെ നല്ല കാഴ്ച ആസ്വദിക്കും. ഇതൊക്കെ കാറ്റാടി ഉണ്ടോ, വിൻഡ് മിൽസ് എന്തോരം നോക്കെ അകലെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെയൊക്കെ ആ വേറെ ഒരു സ്ഥലം അത്, അതായത് ഇങ്ങനെ കന്യാകുമാരിയുടെ അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ്. മുപ്പന്തലാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. ഇഷ്ടപ്പെട്ടോ? അപ്പോൾ വന്നിട്ടുള്ളതാണ്. ഞങ്ങൾ നേരത്തെ ഇവൻ റിക്ക് കുഞ്ഞാർന്നും വന്നായിരുന്നു. പിന്നെ നമ്മുടെ ചാനൽ തുടങ്ങിയപ്പോൾ വീഡിയോ ചെയ്യാനായിട്ട് 2024 അത് 2025 2025 വന്നത് കേട്ടോ. ഈ ഗ്ലാസ് ബ്രിഡ്ജ് ഓപ്പൺ ചെയ്ത ഉടനെയാണ് പറഞ്ഞത്. ഈ ഗ്ലാസ് ബ്രിഡ്ജ് ഓപ്പൺ ചെയ്ത് 2024 ഡിസംബർ 30 ആയിരുന്നു. അപ്പോൾ അതിന് മുന്നേ ഈ ഗ്ലാസ് ബ്രിഡ്ജ് വരുന്നതിന് മുൻപ് ബോട്ട് ഇവിടെ വരെ ഉള്ളൂ. എന്നിട്ട് ഇവിടുന്ന് തിരുവള്ളൂർ സ്റ്റാച്ചുവിൻ്റെ അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ വീണ്ടും ബോട്ട് കയറി പോകണം, അങ്ങനെയായിരുന്നു. ഇപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ കാഴ്ച കണ്ട് ഗ്ലാസ് ബ്രിഡ്ജ് വഴി തിരുവള്ളൂർ സ്റ്റാച്യൂവിൽ അവിടെ മേളിലൊക്കെ കയറാം. ഒറ്റ പ്രാവശ്യം ബോട്ടൊക്കെ കയറിയാൽ മതി. അപ്പോൾ നല്ല വെയിലാണ്, ഇവിടെ ഇവരെയും കൊണ്ട് നിൽക്കാൻ പോലും സാധിക്കുന്നില്ല കേട്ടോ. എന്തായാലും നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജിലൊക്കെ ഒന്ന് കയറിയിട്ട് തിരുവള്ളൂർ സ്റ്റാച്യു പോയിട്ട് തിരിച്ചിറങ്ങി പെട്ടെന്ന് തന്നെ പോകാം. അത്ര നല്ല വെയിലാണ്, ഇവർക്ക് സഹിക്കാൻ പറ്റത്തില്ല. തണലത്തേക്ക് മാറിക്കോ. നമ്മൾ കുട പോലും എടുത്തില്ല, അതാണ് കുട എടുത്തില്ല, വെള്ളം വാങ്ങിച്ചില്ല കേട്ടോ. അബദ്ധം പറ്റി പോയി. വാ തണലത്തോടെ നടക്കാം. വേറെക്കൂ ബാ വെയിൽ നല്ല രീതിയിൽ കൂടി വരുവാണ്. മടുത്തെല്ലാം എടുക്കാം. ബാ ഞാൻ എടുത്തോളാം, അവൻ എടുത്തോളാം. വെയില ഓടിക്കും. ടാറ്റോ. അപ്പോൾ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് കയറാൻ പോവുകയാണേ. ഇത് പേരിനൊരു ഗ്ലാസ് ബ്രിഡ്ജാണ്. കാരണം സാധാരണ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറുമ്പോഴത്തേനും ഒരു എന്താ പറയുക, ഒരു പേടിയൊക്കെ തോന്നില്ലേ? ഇവിടെ നമുക്ക് ഒട്ടും പേടി തോന്നില്ല. വാഗമണിലെ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറുന്നതിന് നമുക്കൊരു പേടി തോന്നും, കാരണം അത്ര ഹൈറ്റുള്ളൊരു സ്ഥലത്താണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഈ ഒരു സെൻറ്ററിൽ മാത്രമാണ് ഗ്ലാസ് ഇട്ടിട്ടുള്ളൂ. കണ്ടോ, ഈ സൈഡിൽ കൂടെ നമുക്ക് നടക്കാം കേട്ടോ. അവിടെ ഗ്ലാസ് ഇല്ല, അത് കണ്ടില്ലേ. ചവിട്ടിയോ, ധൈര്യമായിട്ട് ചവിട്ടിക്കോ, ഒന്നും പേടിക്കണ്ട. അതെ ഇറങ്ങിക്കോ, പേടിക്കേണ്ടത് എന്തിനാ പേടിക്കണേ? ഇറങ്ങിക്കോ, നിങ്ങളൊന്നും പേടിക്കണ്ട, ധൈര്യമായിട്ടാണ്. നിങ്ങൾക്ക് പേടിയാണോ? പേടിക്കണ്ട, ഇറങ്ങിയത് കൊച്ചു ഇറങ്ങാണ്ടില്ലേ. കണ്ടോ താഴെ കടല്, അധികം ഹൈറ്റ് ഒന്നുമില്ല കേട്ടോ. ഇനിയിപ്പം പേടി തോന്നി കഴിഞ്ഞാൽ അതെ അങ്ങോട്ട് മാറിയാൽ മതി. ഗ്ലാസ് മാത്രമല്ല ഇവിടെ ഇട്ടേക്കുന്നത്. ഇതെന്നാ കാണിച്ചാലും പൊട്ടൊന്നുമില്ല. ബാ നീ ഇറങ്ങാൻ പേടിയാണോ? പേടിക്കണ്ട, വാ ഇത് പേടിക്കാനൊന്നുമില്ല. പേടിക്കണ്ടെന്നേ, ഇറങ്ങിക്കോ കണ്ടോ. ഇതെന്നാ പേടിക്കാൻ എന്നാ പോരെ, ഇത് പേടിക്കാതുണ്ടോ. കൊച്ചൊക്കെ നിൽക്കുന്നതൊക്കെ കൊച്ചിന് എന്നാന്ന് അറിയില്ല, അത് ഗ്ലാസ് ആണ്. സൂക്ഷിച്ച് നോക്കുന്നുണ്ട് താഴേക്ക്. എന്നാപ്പാ താഴെ? എന്നാത് കണ്ണാടി മേളിൽ ഇരിക്കാൻ പാടില്ലെന്ന് അനൗൺസ് ചെയ്യുന്നുണ്ട്. ഇരിക്കരുത്, കിടക്കരുതെന്നൊക്കെ പറഞ്ഞ്. ഇവിടെ എന്തോ മെയിൻ്റനൻസ് ഒക്കെ നടക്കുന്നുണ്ട്, കണ്ടില്ലേ. അപ്പം പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെയാണ്. ഇവിടെയൊക്കെ മൂടിയിട്ടേക്കുവാണേ. ആ ഗ്ലാസിൻ്റെ കുറച്ച് ഭാഗമാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ തിരുവള്ളൂർ തമിഴിലൊരു മഹാകവിയായിരുന്നു കേട്ടോ. തിരുവള്ളൂരിൻ്റെ സ്റ്റാച്യു ആണ്. 133 അടി ഹൈറ്റിൽ കല്ലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ സ്റ്റാച്യു ഇതിവിടെ ഇനാഗ്രേറ്റ് ചെയ്യുന്നത് 2000 ആണ്ട് ജനുവരി 1 ആയിരുന്നു. അപ്പോൾ അതിൻ്റെ മേളിൽ അവിടെയൊക്കെ നമുക്ക് കയറി ആ കാൽപാദത്തിലൊക്കെ അവിടെയൊക്കെ നിൽക്കാം കേട്ടോ. അപ്പോൾ സ്റ്റാച്യുവിൻ്റെ മേളിലെത്താനായിട്ട് ഇങ്ങനെ സ്റ്റെപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കയറിയപ്പോൾ നല്ല തണുപ്പ്. കീപ് സൈലൻസ്, ഒച്ചയെടുക്കണ്ട. നീയാണ് മടുത്ത് മുത്തശ്ശി. എനിക്ക് വെള്ളം വേണം. വെള്ളം മേടിച്ചു തരാം. തിരുവള്ളൂരിൻ്റെ കാൽപാദം. നമ്മൾ കാൽപാദത്തിന് അത്രേ ഉള്ളൂ അല്ലേ നമ്മുടെ ഹൈറ്റ്. അന്നേരമാണ് അതിൻ്റെ വലിപ്പം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇവിടെ നിന്നുള്ള വ്യൂ കന്യാകുമാരി പട്ടണം നമുക്ക് അത്യാവശ്യം കാണാം ഇവിടുന്ന്. അപ്പോൾ നമുക്ക് ഇറങ്ങാം അല്ലേ. ഇവിടെ അങ്ങനെ ചൂട് അനുഭവപ്പെടുന്നില്ല, കാറ്റുള്ളതുകൊണ്ട്. നല്ല കാറ്റല്ലേ, നല്ല തണുത്ത കാറ്റ്. പക്ഷെ ഞങ്ങൾ വെള്ളം ഒന്നും എടുത്തില്ല കേട്ടോ. പെട്ടെന്ന് ഒന്നും വിചാരിക്കാതെ പെട്ടെന്ന് കയറി പോകുന്നല്ലേ. ആ 8 മണിക്ക് അവിടെ എത്തണം എന്ന് പറഞ്ഞുകൊണ്ട് റൂമിൽ നിന്ന് ഇറങ്ങിപ്പിച്ചിട്ട് ലേറ്റ് ആയതുകൊണ്ട് ധൃതി പിടിച്ചിങ്ങ് പോരുകയോ ചെയ്തേ. ഇനി സാരമില്ലേ, നമുക്ക് പെട്ടെന്ന് എത്താതെ
ബോട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബോട്ട് എപ്പോഴും തന്നെ വരും. പിന്നെ അവിടെ അധികം അങ്ങനെ താഴെ പോയി ക്യൂ നിൽക്കണ്ട. കണ്ടോ മീൻ പിടിക്കാൻ പോണ ബോട്ട് കണ്ടോ, കണ്ടില്ലേ? അപ്പം മീൻ പിടുത്തം കഴിഞ്ഞിട്ട് എല്ലാ ബോട്ടുകളും ഇവിടെ കരയ്ക്ക് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ കന്യാകുമാരി തന്നെ ചെറിയൊരു ഹാർബർ എന്ന് പറയാൻ പറ്റില്ല, ചെറിയ ബോട്ടുകളും ചെറിയ വള്ളങ്ങളൊക്കെ എടുക്കാനായിട്ട്. അവിടെ രാവിലെ ചെല്ലുവാണെന്നുണ്ടെങ്കിൽ മീനൊക്കെ പിടിച്ചുകൊണ്ട് വരുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ വെള്ളം ഇങ്ങോട്ടൊക്കെ കൊണ്ടുവന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് ഇവിടെ താഴെ ക്യാൻറ്റീൻ ഉണ്ടോ, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഓ പാവങ്ങൾ നന്നായിട്ട് ദാഹിക്കുന്നുണ്ടായിരുന്നേ. വെള്ളം അവിടെ ക്യാൻറ്റീൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഓടി ഇറങ്ങുകയതേ. ഭയങ്കര ഒരു അബദ്ധമാണ് കാണിച്ചത്. കണ്ടില്ലേ, സ്റ്റാച്ചുവിൻ്റെ തൊട്ട് താഴെയാണ്. വാങ്ങിച്ചോ, എന്താണെന്ന് മേടിച്ചോ? അതിനത് ആ കുടിക്കുമോ? ബദാമ അങ്ങനെ കൊടുക്ക്. അങ്ങനെ സ്ഥിരം കൊടുത്താൽ കൊള്ളാം. ആ മുറുങ്ങ അതാ തുറന്നു തരാം. അവനെ പാലെടുക്കാൻ മേലായിരുന്നോ? ഒന്നും എടുത്തില്ലല്ലേ. അതൊക്കെ കൊച്ചിനെ മുക്കിപ്പോവും. അപ്പോൾ നമ്മൾ തിരിച്ചു പോകാനായിട്ട് ബോട്ട് വരുന്നതും കാത്ത് നിൽക്കുവാണ് കേട്ടോ. ഇവിടെ വലിയ ക്യൂ ഒന്നുമില്ല. ഇവിടെ നമുക്ക് കടൽ കാണാൻ എന്ത് രസമാണെന്ന് നോക്കി. അല്ല നീലയും പച്ചയും കൂടെ ഇടകലർന്നൊരു കളറ്. അതുപോലെ നല്ല കാഴ്ചകളാണ് ഇവിടുന്ന് നോക്കിയാൽ. നമുക്ക് അങ്ങ് ദൂരെ അവിടെ ആയിട്ട് നമുക്ക് വലിയൊരു വിൻഡ് മിൽ ഫാം കാണാൻ പറ്റും. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് അത് മുപ്പന്തൽ വിൻഡ് മിൽ ഫാമാണെന്നാണ്. കാരണം വെച്ചാൽ കന്യാകുമാരി ജില്ലയിലെ ഏറ്റവും വലിയ, കന്യാകുമാരി ജില്ലയെന്നല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ വിൻഡ് മിൽ ഫാമാണ്. അപ്പോൾ അത് കന്യാകുമാരിയോട് ചേർന്നാണ്. നമ്മൾ ആറൽ വായ്മൊഴി ട്രക്ക് ചെയ്തപ്പം അതിൻ്റെ മേളിൽ നിന്ന് അതിൻ്റെ വിദൂര കാഴ്ച കണ്ടില്ലായിരുന്നു. അതുപോലെ നമുക്ക് ആ വെസ്റ്റേൺ ഗട്ട്സൊക്കെ ഇവിടുന്ന് നല്ലപോലെ കാണാം കേട്ടോ. കണ്ടോ മലകളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന ഇങ്ങനെ ചിത്രം വരച്ച് വെച്ചേക്കുന്നത് പോലെ. മുപ്പന്തൽ വിൻഡ് മിൽ ഫാം ഇന്ത്യയിലെ ഏറ്റവും വലിയ തീരദേശ വിൻഡ് മിൽ ഫാമായിട്ടാണ് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഫൈനലി ഇത് റൂം എടുത്ത ഹോട്ടലിന് മുന്നിലെത്തിയേ. ഇത് ബീച്ചിനൊക്കെ തൊട്ടടുത്തായിട്ടാണ്. അപ്പോൾ ഇതാണ് ഹോട്ടൽ സഹായ അരസി. അപ്പോൾ റൂം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചാണ്. 11 മണിയാണ് ചെക്കൗട്ട് ടൈം. ഇപ്പം 10:30, അരമണിക്കൂർ ടൈം ഉണ്ടെന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞങ്ങൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് കന്യാകുമാരിയിൽ നിന്ന് തിരിക്കുവാണ്. ഇനി നേരെ ട്രിവാൻഡ്രം ചെന്ന് നമ്മുടെ നാട്ടിലേക്ക് തൊടുപുഴയ്ക്ക് ട്രിപ്പൊക്കെ തീരാൻ പോവുക അല്ലേ? ട്രിപ്പ് അടിപൊളിയായിരുന്നോ? ആ വീട്ടിൽ ഇറങ്ങിയിട്ട് പോവാം. ആ ശംഖു ഊതിക്ക്. ഞാൻ ഊതാൻ നോക്കിയിട്ടേ എൻ്റെ ഇവിടുന്ന് ഭയങ്കര പെയിന്. അതെ ഇവിടുന്ന് അത് ഊതണമെങ്കിൽ ഭയങ്കര സ്ട്രെയിൻ എടുക്കും. എനിക്ക് ഒറ്റ ഊതിയുള്ളൂ, എനിക്ക് മതിയായി. അവർക്കറിയാം, അവർ കച്ചവടക്കാരല്ലേ, അവർക്കറിയാം. ശംഖു ഊതണ ഒരു എല്ലാവർക്കും പറ്റില്ല. നമ്മളിങ്ങനെ സാധാരണ പി ഊതണ പോലെ അല്ല. അത് ശരി ഈ ചുണ്ടിങ്ങനെ ക്ലോസ് ചെയ്തിട്ട് നമ്മുടെ അകത്തൊന്നും അല്ല. കണ്ടോ അവനറിയാം. അങ്ങനെ അടിപൊളിയായിട്ട് അവിടെ വലിയ ശംഖുകളൊക്കെ ഉണ്ടായിരുന്നു. അതിന് നല്ല സൗണ്ടാ. അമ്പലത്തിലൊക്കെ ഊതില്ലേ, ഇത് ചെറിയ ശംഖായതുകൊണ്ടാണ്. ഓ അതെ എല്ലാ പരിപാടി കാണിക്കാൻ നോക്കി. ഞാനും മേക്കളിയാ 2 വീലറിൽ അങ്ങനെയുള്ള അഭ്യാസം ചെയ്യുന്നത് കണ്ടില്ല. ആ എന്തായാലും ആയിക്കോട്ടെ. ചുട്ടുകൊള്ളുന്ന വെയിലാണ്. ഇനിയിപ്പോൾ എവിടെയെങ്കിലും നല്ല ഗ്രാമപ്രദേശങ്ങളൊക്കെ കാണുവാണെങ്കിൽ നമുക്ക് അവിടെ നിർത്താം കേട്ടോ. നല്ല തണല് കാണട്ടെ. തിരുവനന്തപുരം നാഗർകോവിൽ ലെഫ്റ്റ്. ആ 100 കിലോമീറ്ററിന്. ഓ അടിപൊളി ഒരു സ്ഥലം. ഇവിടെ വണ്ടി നിർത്തിയാലോ? വളവാ, നമുക്ക് മാറ്റി നിർത്താം. ഈ ഒരു സ്ഥലം നോക്കിയാൽ തനി നമ്മുടെ കേരളം പോലെ വീടുകളൊക്കെ ആണെന്നുണ്ടെങ്കിലും കണ്ടല്ലേ, പറമ്പുകളും എല്ലാം. ഈ കന്യാകുമാരിയൊക്കെ നേരത്തെ നമ്മുടെ കേരളത്തിലായിരുന്നല്ലോ. ഇവിടെ ഒരു ടാങ്കർ ലോറി ഇത് കുടിവെള്ളം കൊണ്ടുപോകുന്നതാണേ. കുടിവെള്ളം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്കിലൊരു തടാകമുണ്ട്. അപ്പോൾ അവിടുന്ന് വെള്ളം പമ്പ് ചെയ്തിട്ട് ഇത് ഫിൽട്ടർ ചെയ്യാനായിട്ട് കൊണ്ടുപോകുന്നതാണ്. അങ്ങനെ കുറേ ലോറികളൊക്കെ ഇവിടെ വന്ന് കിടക്കുകയാണ്. കണ്ടല്ലേ, മോട്ടർ വെച്ച് വെള്ളം പമ്പ് ചെയ്ത് കയറ്റുന്നതാണ് കേട്ടോ. ഇവിടെ അടുത്തൊരു യൂണിറ്റ് ഉണ്ട്. അപ്പോൾ അവിടേക്ക് വെള്ളം കൊണ്ടുപോകും. ഇവിടെ ചെറിയൊരു കട കാണാം നമുക്ക്. ചെറിയൊരു പെട്ടിക്കട, നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ കാണുന്ന പോലെ ചെറിയൊരു പെട്ടിക്കട കാണാം.
മുറുക്കാൻകടയാണ്. ഇത് കണ്ടില്ലേ, വെറ്റിലയൊക്കെ വെച്ചേക്കുന്നത്. വെറ്റില പാക്ക് കട എല്ലാം ഉണ്ടല്ലേ. മിഠായികളൊക്കെ ഉണ്ട്. നമുക്ക് ഭയങ്കര നൊസ്റ്റാൾജി തോന്നുന്ന മിഠായികളൊക്കെ ഉണ്ട്. അച്ചാർ പാക്കറ്റിലാക്കി വെച്ചേക്കുന്നുണ്ടോ. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഇത് ആക്കി നമ്മൾ കഴിക്കില്ലായിരുന്നു. പിന്നെ ഇളന്തപ്പഴം ഉണ്ട്. അതിൻ്റെ പുറയിലൊരു തടാകമാണ്. ഇത് കണ്ടില്ലേ, വലിയൊരു തടാകമാണേ. ഒരു കുളിക്കടവൊക്കെ കാണാം. ഇവിടെ കിണറിലേക്ക് ആണെന്ന് തോന്നുന്നു വെള്ളം നിറയ്ക്കുന്ന കേട്ടോ. അവിടെ നിന്നാണ് ഇതുകൊണ്ട് അവിടെ നിന്നാണ് മോട്ടർ വെച്ച് അങ്ങ് പമ്പ് ചെയ്യുന്നത്. അപ്പം അക്കരെയൊക്കെ അലക്കുന്നും കുളിക്കുന്നൊക്കെ ഉണ്ട് കുറേ പേര്. നല്ലൊരു പ്രദേശം, കൊള്ളാം. വലിയൊരു തടാകമാണെന്ന് പറയാം കേട്ടോ. അതിൻ്റെ കരയിൽ കണ്ടില്ലേ തെങ്ങ്, അക്കരയ്ക്ക് ഒരുപാട് തെങ്ങ് വളർന്നു നിൽക്കുന്ന കാണാം. തനി നമ്മുടെ കേരളത്തിൻ്റെ ഒരു പതിപ്പ്. കോപ്പിക്കോ അല്ല, അതുപോലത്തെ ഒരു മിഠായി അല്ലേ. ഇവിടെ മലയാളികളൊക്കെ ഉണ്ടോ, താമസിക്കുന്നുണ്ടോ അടുത്ത്? മലയാളികളൊക്കെ ഉണ്ടോ? ആ, ഇവിടെ മലയാളികളുടെ വീടൊക്കെ ഉണ്ടോ? ഉണ്ടല്ലേ. ആ, അക്കയുടെ ഇവിടെ എവിടെയാ? അതെ അല്ലേ. ഓക്കെ. ഈ സ്ഥലത്തിൻ്റെ പേരെന്താ? ഈ സ്ഥലത്തിൻ്റെ ഇലന്തേടി വിളയി. ഓക്കെ ഓക്കെ. ഇവിടെ വഴിയിൽ കുറേ പേരൊക്കെ എന്തൊക്കെ കുടിക്കുന്നുണ്ടല്ലോ. അണ്ണ എന്നാ അത്? പതനി. ആ, കരിമ്പനയുടെ പതനിയാണ്. അവിടെ ഒരു വീട് നോക്കി, ചെറിയൊരു വീട്. അതിൻ്റെ മുന്നിൽ പശുക്കളൊക്കെ കൊണ്ട് കെട്ടിയിട്ടുണ്ട്. ഒരു വൈക്കോലൊക്കെ കഴിക്കുന്നു. അതൊക്കെയാണ് ഇവിടുത്തെ വേലി. കണ്ടില്ലേ, ഇങ്ങനെ ചൂട്ടും മടലൊക്കെ വെച്ചാണ് കെട്ടിയേക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളൊക്കെ പോകുന്ന വഴിക്ക് കാണുവാണെങ്കിൽ നമുക്ക് നിർത്താം കേട്ടോ. അടിപൊളി. ഡ്രൈവ് സീറ്റിൽ കയറിയാണ്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഹാർബറാണ്. ബോട്ടൊക്കെ നിർത്തിയിട്ടങ്ങനെ കേട്ടോ. നമ്മുടെ നേരിമംഗലം പാലൊക്കെ പോലെ ബോസ്ട്രിങ് ബ്രിഡ്ജ്, മഴവിൻ്റെ ഒരു ഇങ്ങനെ ആ ഒരു ഷേപ്പല്ലേ, റാ പോലെ. മനക്കുടി എന്ന സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് കണ്ട ഒരു ഗ്രാമമാണ് മനക്കുടി എന്നാണ് ഈ ഗ്രാമത്തിൻ്റെ പേര് കേട്ടോ. ഇവിടെയൊക്കെ നമുക്ക് ധാരാളം വീടുകൾ കാണാം. അതുപോലെ തന്നെ ഇത് കണ്ടില്ല, ഇത് ചെറിയൊരു ഹാർബറാണ്. ആ ഒരു സൈഡിൽ ഒരു ഹാർബറാണ്. ഇവിടെ നമുക്ക് ധാരാളം ഫിഷിംഗ് ബോട്ടുകൾ, അതായത് ചെറിയ വള്ളങ്ങൾ നിർത്തിയിട്ടേക്കുന്നതാണ് കേട്ടോ. ഇതെല്ലാം മീൻപിടുത്തം കഴിഞ്ഞ് കൊണ്ട് നിർത്തിയിട്ടേക്കുന്നതാണ്. അപ്പം നമ്മളിപ്പം ആ ഒരു പാലം വഴിയാണ് കയറി വന്നേ. കണ്ടില്ലേ, ആ പാലം കാണാൻ എന്ത് ഭംഗിയാന്ന് നോക്കി. അതുപോലെ തന്നെ അങ്ങ് അക്കരെ കാണുന്ന ആ സ്ഥലമൊക്കെ എന്ന് പറയുന്നത് അതൊക്കെ കണ്ടൽ മരങ്ങളാണ് നിൽക്കുന്നത് കേട്ടോ. നിറയെ കണ്ടൽ മരങ്ങളാണ്. അതിൻ്റെ പുറകിലായിട്ട് നമുക്ക് പശ്ചിമഘട്ട മലകൾ കാണാം. കണ്ടില്ലേ എന്തോരം ഫിഷിംഗ് ബോട്ടുകൾ, അതായത് ചെറിയ ബോട്ടുകൾ നിർത്തിയിട്ടേക്കണല്ലേ. എത്ര ബോട്ടുകളാണെന്ന് നോക്കിയേ. ഇവിടെ എല്ലാം ഈ വലിയ ബോട്ടുകളൊന്നും ഇങ്ങോട്ട് അടുക്കില്ല. എല്ലാം ഇങ്ങനെയുള്ള ബോട്ടുകളാണ്. ഇതിപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പം പാലത്തിൻ്റെ കുറേ തൂണുകൾ നമുക്ക് കാണാം. നേരത്തെ ഇവിടെ ഒരു പാലം ഉണ്ടായിരുന്നു കണ്ടില്ലേ. ആ പാലം ഇങ്ങനെ ഇങ്ങോട്ട് ബന്ധിപ്പിച്ചേക്കുമായിരുന്നു. ആ പാലം ഇപ്പം നിലവിൽ അതിൻ്റെ ആ തൂണുകൾ മാത്രമേ ഉള്ളൂ. അത് ഇടിഞ്ഞു പോയിട്ടോ, വെള്ളത്തിലേക്ക് പോയി. ആ പാലത്തിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ കണ്ടോ അക്കരെ കാണാം നമുക്ക്. അതെന്തോ ബലക്ഷയം വന്ന് പോയതാന്ന് പറഞ്ഞത്. அது வந்து தண்ணிக்குள்ள விழுந்தனால அரசியல்ல இருந்து அதை உடைச்சிருக்கோம். அது தண்ணிக்குள்ள விழுந்தனால போட் அப்படியே போய் வரதுக்கு இடைஞ்சலா இருந்தனால வெளியிலே போக முடியாம இருந்தது கொஞ்ச நாளா. அதனால அதை உடைச்சிருக்கோம். ഈ പാലം, അതായത് ഈ പാലം കുറേ നാൾ അങ്ങനെ ബ്ലോക്കായി കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ബോട്ട് കൊണ്ടൊന്നും പോകത്തില്ലല്ലോ. അതുകൊണ്ട് അവിടെ നിന്ന് എടുത്ത് മാറ്റിയേക്കണാണ്. ആ പാലം ഇല്ലേ, ആ പാലം, ഈ പാലം തകർന്നു പോയി കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ടാക്കിയതാണെന്നാണ് ആ കൊച്ചു പറഞ്ഞത് കേട്ടോ. ഇപ്പോൾ നമ്മൾ നാഗർകോവിൽ ടൗണിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല തിരക്കാണ് ടൗണിൽ. ഇവിടെ ഒരു ബസ് സ്റ്റാൻഡുണ്ട്, അണ്ണാ ബസ് സ്റ്റാൻഡ്. അതുപോലെ വടശ്ശേരി ബസ് സ്റ്റാൻഡ്. അവിടെ നിന്നാണ് നമ്മുടെ കേരളത്തിൽ നിന്ന്, തിരുവനന്തപുരത്ത് നിന്നൊക്കെ ബസ് KSRTC വരുന്നത് വടശ്ശേരി ബസ് സ്റ്റാൻഡിലേക്കാണ്. അങ്ങനെ മെയിൻ റോഡ് വഴി വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ കണ്ട ഒരു ഇടവഴി ഇടപ്പം കയറിയതാണ്. ഇപ്പോൾ നമുക്കത് ഇവിടെ റെയിൽവേ ക്രോസ് ഉണ്ട്, അത് മിക്കവാറും ഇപ്പോൾ ക്ലോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ മുന്നേ കണ്ടില്ലേ എരുമ കുഞ്ഞുങ്ങളും എല്ലാവരും ഉണ്ട്, ഫാമിലി ആയിട്ട് നടന്നു പോകുന്നുണ്ടോ. ഓ, അത് ഒത്തിരി പേരുണ്ട് കേട്ടോ ആ പറമ്പിലേക്ക് എല്ലാവരെയും കൊണ്ട് കെട്ടാനായിട്ട്. വലിയ കൂട്ടം തന്നെയുണ്ട്. പശുക്കളും ഉണ്ട് ഇടയ്ക്ക് അവിടെ കുറച്ച് പേര്. ഇവിടെയൊക്കെ മൊത്തം ഈ പാടശേഖരങ്ങളാണ്. എല്ലാം കൊയ്ത്ത് കഴിഞ്ഞിട്ടേ കറ്റ കെട്ടി ഇങ്ങനെ റോൾ ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ മെഷീൻ വെച്ചിട്ട്. ഞങ്ങളങ്ങനെ ചെറിയ വഴികളിലൂടെയൊക്കെ ഇങ്ങനെ ഓടി ഓടി കറങ്ങി തിരിഞ്ഞൊക്കെ ഇങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് എത്തിയിരിക്കുന്നത്. ഇത് ഭയങ്കര വിജനമായൊരു സ്ഥലമാണ്. അങ്ങ് ദൂരെയൊക്കെ കാണുന്നതൊക്കെ ഫോറസ്റ്റാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് എന്താണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
വീടുകളൊക്കെ വളരെ കുറവാണ്, വിരലെണ്ണാവുന്നത്രയും ഒക്കെ ഉള്ളു വീടുകൾ കേട്ടോ. പിന്നെ ഇങ്ങനെ കുറേ സംഗതികൾ നമുക്ക് കാണാം. ഈ കുടിലിൻ്റെയൊക്കെ ഒരു വലിയ രൂപം, എന്താ പറയുക, നമ്മുടെ പഴയ സിനിമാ കൊട്ടകയൊക്കെ അല്ലേ ഓല മേഞ്ഞത്, അതുപോലെ ഇവിടെ കുറേ ഉണ്ട് കേട്ടോ. സംഭവം എന്താണെന്ന് ആദ്യം പിടികിട്ടിയില്ല, പിന്നെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് ചുടുകട്ട ഉണ്ടാക്കുന്ന യൂണിറ്റുകളാണ്. അങ്ങനെ ഒത്തിരി ഈ പ്രദേശമുണ്ട് കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ ലൈവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഉണ്ടാക്കിയതെല്ലാം ദേ ആ ഒരു എന്താ പറയുക ഓലയൊക്കെ വെച്ച് മൂടിയിട്ടേക്കുന്നത്, ആ കണ്ടില്ലേ, അതൊക്കെ ചുടുകട്ട ഉണ്ടാക്കിയിട്ട് അത് മൂടി വെച്ചേക്കുന്നതാണ്. അത്തരത്തിൽ ഒരുപാട് യൂണിറ്റുകൾ ഈ ഒരു പ്രദേശത്തുണ്ട്. നോക്കി ഇത് അവിടെ ഉണ്ട്. ഇവിടെ ഒരു കനാലൊക്കെ ഉണ്ട്, പക്ഷേ വെള്ളം ഒട്ടുമില്ല. അങ്ങനെ നോക്കിയപ്പോഴാണ് ഒരു ബോർഡ് കണ്ടത്. ഇത് കുറേ ക്ഷേത്രങ്ങളുടെ ബോർഡാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ, അതിൻ്റെ പടമൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് തമിഴിൽ എഴുതിയിട്ടുണ്ട്, അതുപോലെ തന്നെ മലയാളത്തിലും എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ കേരള ബോർഡറൊക്കെ ആവാറായിട്ടുണ്ടെന്ന് തോന്നുന്നു. നാഗർകോവിലൊക്കെ കഴിഞ്ഞ് ഒത്തിരി ഉള്ളിലേക്ക് കയറി പോകുന്നു കേട്ടോ. അപ്പോൾ സ്ഥലത്തിൻ്റെ പേരൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ആലച്ചുവടി, വില്ലുകുറി എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. കന്യാകുമാരി ജില്ല തന്നെയാണ്. അപ്പോൾ ഇവിടെ കുറേ കുടിലുകളൊക്കെ ഉണ്ടേ, നമുക്ക് അങ്ങോട്ട് പോകാം. അവർ നേരെ ഇറങ്ങിപ്പോയി, അവിടെ ചേട്ടൻ അങ്ങോട്ട് പോന്നോളാൻ പറഞ്ഞു. മിക്കവാറും ഈ പണിക്കാരൊക്കെ താമസിക്കുന്നതായിരിക്കും, ആ ചൂളയിലൊക്കെ ജോലി ചെയ്യുന്നവർ, അതാവാനാണ് സാധ്യത. അത് കണ്ടില്ലേ. അപ്പോൾ ഇത് വീടും ഒരു കടയും കൂടെ കൂടിയതാണ് കേട്ടോ. കട നിങ്ങൾ കണ്ടോ, അതേപോലെ ചെറിയൊരു കടയുണ്ട്, കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ആ വീടിൻ്റെ മുറ്റത്ത് ഒരു എന്താ പറയുക കട്ട കൊണ്ട് കെട്ടിയൊരു വീട്, അതിൻ്റെ മേളിലിങ്ങനെ പടുതൊക്കെ വെച്ച് കുറേ ചുട്ടുമടലൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ചെറിയൊരു വീട്, അതിൻ്റെ മുന്നിലിങ്ങനെ ഇരുന്നിട്ട് എന്താണ് ജോലി ചെയ്യുന്നത്. ഇത് കറ്റ മെതിക്കുന്നതാണോ? നിങ്ങൾ സംസാരിക്കുമായിരുന്നോ? ആ മലയാളം അറിയാവോ? മലയാളം ആ തമിഴ് தெரியுமா? தமிழ் ஆ ஆ ஆ ஹிந்தி ஆ உங்களோட ஊர் இங்கே தானே? ആ അതെയോ? ആ ആ ഓക്കെ ഓക്കെ. ആ ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും ചൂളയിൽ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീട് ആരുടെ ഇത്? ഉങ്ങളുടെ വീടാ? ആ ഇവർക്ക് വീട് എടുക്കുക? വീടില്ല, വാടക. ആ ഓക്കെ ഓക്കെ ഓക്കെ. ആ അത് ഇവരുടെ സ്ഥലമായിരിക്കും. ഇത് നിങ്ങളുടെ സ്ഥലം ഇത്? ഇല്ല നിങ്ങൾക്കല്ല. ആ ഇത് ഇവിടെ ഒരുപാട് പാടശേഖരങ്ങളുണ്ട്. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ കറ്റ എടുത്തുകൊണ്ട് വന്നിട്ട് ഇത് കണ്ടില്ലേ, നെല്ല് സെപ്പറേറ്റ് ആക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറച്ചേ ഉള്ളൂ കേട്ടോ, അതിൽ നിന്ന് നെല്ലിങ്ങനെ മൊത്തം വേർതിരിച്ചിട്ടേക്കണ കണ്ടില്ലേ. ആ മാട്ടുക അല്ലേ. ആ പശുവൊക്കെ ഉണ്ട് ഇവിടെ. ആ കോഴിക്കുഞ്ഞുങ്ങളല്ലേ, ആ മൂടിയിട്ടേക്കുക. ഇതൊക്കെ ഇതൊക്കെ തല്ലിയെടുക്കാനുള്ളതാണ്. കുഞ്ഞുങ്ങൾ അയ്യോടാ. ആ ഇന്ന് ഇറങ്ങിയതാ അല്ലേ. ആ തീരെ കുഞ്ഞുങ്ങളാ. അമ്മക്കോഴി ഭയങ്കര കലിപ്പിലാട്ടോ, അതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട് അമ്മക്കോഴി ഉണ്ട്. അയ്യോ എന്നാ ചെറുതാതൊക്കെ. ചെറിയൊരു നല്ല നല്ല സ്ഥലം അല്ലേ, നല്ല കാറ്റൊക്കെയാണ്, നല്ല തണലും ഉണ്ട്. ഈ വീടിൻ്റെ അകത്തെ നെല്ല് ഇങ്ങോട്ട് ചാക്കിലാക്കി അടുക്കി കയറ്റി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ തല്ലി എടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഈ തട തല്ലുന്നത് ഇങ്ങനെ കൂട്ടിക്കെട്ടിയിട്ട്, അതായത് കച്ചിയെല്ലാം കൂടെ കൂട്ടിക്കെട്ടിയിട്ട് അടിച്ച് തല്ലുവാണ് ഇങ്ങനെ. ഇവരങ്ങനെയല്ല. ഇവർ ഓക്കെ ഓക്കെ. നിങ്ങളുടെ സ്ഥലം അതെ? ആ നിങ്ങളുടെ സ്ഥലം. അത് എത്ര ഇருக்கு സ്ഥലം? എന്തോരം ഇருக்கு? നേരെ ഇരിക്കാ. ഇതെങ്കേന്നത്? അപ്പോൾ ഇവരുടെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇവരുടെ വയലിൽ ശരി ശരി ശരി. അതായത് ഇതിങ്ങനെ ഇപ്പം ട്രാക്ടർ മെഷീൻ വെച്ചിട്ടാണല്ലോ കൊയ്യുന്നത്. അപ്പോൾ ഈ സൈഡിൽ നിൽക്കുന്നതൊക്കെ ഇവരെടുത്തുകൊണ്ട് വന്നിട്ട് അതിൽ നിന്ന് തല്ലി നെല്ലെടുക്കുന്നതാണ്. അപ്പോൾ ഈ മുറിക്കകത്ത് വെച്ചേക്കുന്നത് നെല്ലാക്കി വെച്ചേക്കുന്നതാണ് ചാക്കിൽ. ഇതൊക്കെ നെല്ല് കൂട്ടിയിട്ടേക്കണേ. ഇത് കണ്ടില്ലേ, ഈ ഒരു മുറിയുടെ ഏകദേശം പകുതിയോളം അത്രയും ഹൈറ്റിൽ നെല്ല് കൂട്ടിയിട്ടേക്കണ കണ്ടോ. ചിന്നു വരുന്നുണ്ടോ? അകത്ത് കയറുന്നുണ്ടോ? വീടിൻ്റെ നെല്ല് സൂക്ഷിച്ചേക്കണ കാണിച്ചു തരാം. എന്നാൽ കുഴപ്പമില്ല. ഇതൊക്കെ ചാക്കിൽ വെച്ചേക്കുന്നതാണ്. ഇതിൻ്റെ അകത്തേ ചൂടെന്ന് പറയുന്നതില്ല കേട്ടോ, നല്ല തണുപ്പ്. പോരാത്തതിന് നല്ല കാറ്റും ഇത്രയും മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. ആണോ കൂടെ പേര്? പായ്ക്കനാറ്. ഇവിടെ കുറേ വീടുകളുണ്ട്. അപ്പോൾ ആ കാണുന്ന വീടുകളൊക്കെ എന്ന് പറയുന്നത് അത് ഹിന്ദിക്കാരാണ്. അപ്പോൾ അവർ വന്ന് താമസിക്കുന്നതാണ്. അവിടെ കട്ടക്കളത്തിൽ ജോലി ചെയ്യുന്നവർ പുറത്തുനിന്നുള്ളവരാണ് കേട്ടോ, ഇവിടെ ഉള്ളവരല്ല. അപ്പോൾ അവർക്ക് താമസിക്കാനായിട്ടുള്ള കുറേ വീടുകളും നമുക്കിവിടെ കാണാം. കണ്ടോ കുട്ടിയും നോക്കി കറ്റ മെതിക്കുന്നത് കണ്ടോ.
आपका नाम? हाँ शिवानी। आप किधर से आया? गाँव ബിഹാർ. ഒരു ജോലി ചെയ്യാനായിട്ട് ഇവിടെ വന്ന് താമസിക്കുന്നതാണ്. അപ്പോൾ ഇവരെ സഹായിക്കുന്നതാണ് കേട്ടോ, ഈ മുത്തശ്ശനെയും സഹായിക്കുന്നതാണേ. ഇവിടെ ഞാൻ പറഞ്ഞ കട, ആ കടയിൽ നിന്ന് മിഠായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങിച്ച് ആ കൊച്ചിന് കൊടുക്കാം അല്ലേ. ഞങ്ങളുടെ ഒന്നുമില്ല ഈ മിഠായികളിൽ ഇവന്മാർ വെച്ചേക്കില്ല, തിന്നുന്നുണ്ട്. ഇവിടെ ചെറിയൊരു കടയാണ്, പക്ഷേ പട്ടി കടിക്കുമോ? പട്ടിയെ കടയുടെ കാവലായിട്ട് നിൽക്കുവാണല്ലോ. കട ഇത് കടയത് കാണിച്ചു തരാം. ഒരു കുഴപ്പമില്ല അല്ലേ. ഞാൻ ഇല്ല അതൊന്നും ചെയ്യില്ല പോരെ. ഇവിടെ മിഠായി ഉണ്ട്. ഇതൊക്കെ ഇതാണേ കട. ബാ. കടയിൽ അങ്ങനെ അധികം സാധനങ്ങൾ, ഒരു ചായക്കടയാണല്ലേ. ദിൽക്കുഷ് ഉണ്ട്. ഇത് പുതിയതാണോ? പിന്നെ കുക്കീസ് ഉണ്ട്, കടലുണ്ട്. വേറെ എന്തെങ്കിലും മിഠായിയൊക്കെ തീർന്നോ? ഇത് പുതുസാ ഇത്? അതെയോ? ബിസ്ക്കറ്റൊക്കെ ഉണ്ട്. ഒന്നും ചെയ്യില്ല, പട്ടി ഒന്നും ചെയ്യില്ല. അങ്ങ് പോരെ, ഒന്നും ചെയ്യില്ലപ്പാ. ഇത് കണ്ടില്ലേ, കണ്ടോ എൻ്റെ വാലാട്ടണം കണ്ടോ? അങ്ങ് പോരെ, ധൈര്യമായിട്ട് പോരെ. ഇത് നോക്കി, കട എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ കടകളൊന്നും ഇല്ല കേട്ടോ ഈ പ്രദേശത്ത്. അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് അത്യാവശ്യം സാധനങ്ങൾ ഒന്നും വേറെ ഒന്നും ഇല്ല. ഇനി ചായ മാത്രമേ ഉള്ളൂ അല്ലേ. ചായ, ചെറിയ ചായക്കട. വില്ലുകുറി പോകണം. ഇവിടെ ചായ രാവിലെ വൈകുന്നേരം ഉണ്ടോ? 5:30 മണി വരെ. ഇത് ഇവിടെ ഈ പണിക്കാർക്ക് വേണ്ടിയിട്ടുള്ള കടയാ അല്ലേ. ഒത്തിരി പണിക്കാരുണ്ട് ഇവിടെ. ഇവിടെ എത്ര കട്ടക്കളങ്ങളുണ്ട് ഇവിടെ? ചൂള എത്ര ചൂളയുണ്ട്? ഒത്തിരി ഉണ്ടല്ലേ. അത്ര 10-20ഓളം ചൂളകളുണ്ടെന്ന്. അപ്പം വില്ലുകുറിയിലേക്കാണ് നമ്മൾ ഇത് വില്ലുകുറിയിലേക്കാണ് റോഡ്. അതെ അല്ലേ. ശരി ശരി. അതെ അല്ലേ. കണ്ടോ മണ്ണ് കൊണ്ടുള്ള ഭിത്തി. ഇവിടെ എത്ര പേര് താമസിക്കുന്നുണ്ട്? താമസമില്ല അല്ലേ. പൊങ്കടെ ഇവർക്ക് ധൈര്യമായിട്ട് പോരാ, ഒന്നും ചെയ്യില്ല. കണ്ടില്ല വാലാട്ടണം കണ്ടോ? വാലാട്ടി കഴിഞ്ഞാൽ ഒന്നും ചെയ്യുമൊന്നുമില്ല. എന്നാ ശരി അണ്ണാ. ഇത് നിങ്ങളുടെ വീടായിരുന്നോ? അതെ അല്ലേ. അല്ല വണ്ടിയുണ്ട്. വണ്ടിയുണ്ട്. കാറുണ്ട്. എന്നാ പൊക്കോട്ടെ. ശരി. എന്നാ കൊച്ചിനെ കൊണ്ട് കൊടുക്ക്. ബാ. ഞാൻ കൊണ്ട് കൊടുത്തിട്ട് വരാം. നിങ്ങളോട് വന്നു. ശിവാനി ഇതാ ഇതാവോ. ചായയുടെ കൂടെ കഴിച്ചോട്ടോ. ശരി പോവാട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെയുള്ളതാണ് ഈ മെയിൻ ഹൈവേ വഴി പോയാലേ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പം ഇവർക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു നമ്മൾ ഈ ഉൾഗ്രാമങ്ങളിലൊക്കെ പോയി വീഡിയോ ചെയ്യില്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുന്നത്. അപ്പോൾ അതും എന്തായാലും നമ്മുടെ ഈ ഒരു ട്രിപ്പിൽ സാധ്യമായി എന്ന് തന്നെ പറയാം. ഇഷ്ടപ്പെട്ടോ അല്ലേ? നമ്മളൊരു ടൂറിസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥലത്ത് പോകണേക്കാളും നല്ലൊരു ഫീലല്ലേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. അതാണ്. ഒന്നും ചെയ്യില്ല. അപ്പം ഞാനിവിടെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. ആ ഒരു സമയം കൊണ്ട് അവരങ്ങ് ഇറങ്ങിപ്പോയിട്ടോ. എന്നിട്ടാണ് എന്നെ വിളിക്കുന്നത്. ഇവർ ഇന്ന് നേരെ കമ്പനിയായി അണ്ണനായിട്ടല്ലേ. എന്നാപ്പാ എന്നാടാ കണ്ടോ? ഡായാണോ ഡി ആണോ എന്തായാലും ഉണ്ടാ? ഇല്ല വാ, അങ്ങോട്ടൊന്നും ഇറങ്ങി പോകാൻ പറ്റില്ല. അങ്ങോട്ടൊന്നും പോകണ്ട. വാ, നല്ല വെയിലാണ്. കയറിക്കും, വണ്ടി കയറിക്കും. ഇവിടെ പാടശേഖരങ്ങൾ അതുപോലെ ഉണ്ട്. അപ്പോൾ നമ്മളാ കയറി വന്ന വഴിയില്ലേ ആദ്യം, അപ്പോൾ അവിടെയൊക്കെ ഒത്തിരി പാടശേഖരങ്ങളുണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഉണ്ട്. വണ്ടി ഒന്നും വരുന്നില്ല, മിറർ കാണത്തില്ല. ഇവിടെ അങ്ങനെ അധികം വണ്ടിയൊന്നും കയറി വരില്ല കേട്ടോ. ഇവിടെ അണ്ണൻ പറഞ്ഞില്ല 10-20ഓളം ചൂളകളുണ്ട്. അപ്പം ഈ കടയിൽ ചായ മാത്രമേ ഉള്ളേ, ചെറിയ കടികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ പണിക്കാരിവിടെ വരും. അതുപോലെ കുറച്ച് ഷാമ്പൂവിൻ്റെ മാല ഇങ്ങനെ നോക്കിയിട്ടുണ്ട്. അല്ലാതെ വേറെ ഒന്നും ആ കടയിലില്ല. അതൊക്കെ വഴി കാണിച്ചു കൊടുത്തേ. ഇങ്ങനെയുള്ള ചെറിയ വഴി കണ്ടില്ലേ, ചെറിയൊരു വഴിയാണ് അത്. അവിടെ ഉണ്ടോ? അവിടെയൊക്കെ ഒത്തിരി നമുക്ക് ചൂളകൾ കാണാം. കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങൾ, അതൊക്കെ ചൂളയാണ്. അത് അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് അല്ലേ. ആ മേൽക്കൂര കണ്ടില്ലേ, അതാണ്. ഓല മെഞ്ഞ് കയറ്റിയേക്കണതാ. അമ്പലങ്ങൾ എല്ലായിടത്തും ഉണ്ട് തമിഴ്നാട്ടിൽ. പിന്നെ അമ്പലങ്ങൾക്ക് ഒരു പഞ്ഞവും ഇല്ല. ഈ കണ്ടത്തിൽ നിന്നായിരിക്കും ചെളി എടുക്കുന്നത് കട്ട ഉണ്ടാക്കാനായിട്ട്. കാരണം അത്രമാത്രം പാടശേഖരങ്ങളല്ലേ. പുക എന്ന് പറഞ്ഞാൽ അത് ബേക്ക് ചെയ്യുന്നത്
കട്ട ഉണ്ടാക്കിയിട്ടത് അത് ചൂളയാണ് കാണണേ. അപ്പം അതിൽ വെച്ച് ബേക്ക് ചെയ്യും. ആ ചുടുകട്ടയാവും അന്നേരം. നമ്മുടെ കേരളത്തിൽ ചെയ്യുന്ന പോലെയുള്ള കൃഷികളാണ് ഇവിടെ ചെയ്തേക്കുന്നത് കേട്ടോ. പാടശേഖരങ്ങളുണ്ട്. ആ പാടശേഖരങ്ങളുടെയൊക്കെ അതിർത്തിയിലായിട്ട് കവുങ്ങ് തോട്ടങ്ങളുണ്ട്, വാഴത്തോട്ടമുണ്ട്, അതുപോലെ തന്നെ തെങ്ങ്, വലിയ തെങ്ങും തോട്ടങ്ങളുണ്ട്. തെങ്ങൊക്കെ പിന്നെ തെങ്ങും വാഴയും ഇതൊക്കെ തമിഴ്നാട്ടിൽ വളരെ കോമൺ ആണ്. പക്ഷേ ഇവിടെ ഈ തെങ്ങും തോട്ടത്തിൻ്റെയൊക്കെ അകത്തായിട്ട് റബ്ബർ കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ. റബ്ബർ അങ്ങനെ തമിഴ്നാട്ടിൽ നമ്മൾ അങ്ങനെ പൊതുവെ അധികം കാണണമല്ലല്ലോ. അപ്പോൾ വലിയൊരു റബ്ബർ തോട്ടമാണേ കേട്ടോ. ഇത് ആ റബ്ബർ തോട്ടത്തിലേക്ക് പോകുന്ന വഴിയാണ്. പക്ഷെ അവിടെ ഗേറ്റ് ക്ലോസ് ചെയ്തേക്കുകയാണ്. ഇത് കണ്ടില്ലേ, ഒരു പാലം ഇങ്ങനെ നിർമ്മിച്ചിട്ടുണ്ട് ഈ കനാലിൻ്റെ കുറുകെയായിട്ട്. ഈ പാലം തെങ്ങിൻ്റെ തടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അയ്യോ, ഇതിൽ കയറി ചവിട്ടുമ്പോഴേ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്, ഇങ്ങനെ കുശിത്തിരിക്കുവാന്ന് തോന്നുന്നു. അപ്പോൾ നല്ലൊരു പ്രദേശം, വലിയ മലകളുടെയൊക്കെ താഴ്വാരത്തായിട്ടാണ് ഈ ഗ്രാമം ഉള്ളത് കേട്ടോ. കനാലിൽ നോക്കേ, കനാലിൽ വെള്ളം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയൊരു കാഴ്ചയായിരുന്നു. അപ്പം മഴ വരാനാണെന്ന് തോന്നുന്നു. ഇത് ഇരുണ്ട് മൂടി നിൽക്കുന്ന കാണാം. ഈ സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ വന്നിട്ടുണ്ടേ കുറച്ച് നാളുകൾക്ക് മുമ്പ് വീഡിയോ ചെയ്യാനായിട്ട് നാഗർകോവിലെ ഗ്രാമങ്ങളുടെ വീഡിയോ ചെയ്യാൻ വന്നപ്പോൾ മാമ്പഴത്തുറയാർ അണക്കെട്ടിൽ പോയില്ലേ, അത് ഈ വഴിയായിരുന്നു. അപ്പോൾ അണക്കെട്ട് കുറച്ച് ബാക്കിലായിട്ടാണ് വരുന്നത് കേട്ടോ. അത് തന്നെ. അപ്പം വില്ലുകുറി എന്ന് പറയുകയും ചെയ്തു അണ്ണൻ. കുരങ്ങ് ആ കുരങ്ങ് ഒരു കൈ ഇല്ല കണ്ടില്ലേ. ആ കുരങ്ങ് ഒത്തിരി ഉണ്ട്. ഇത് ഇല്ല തുറക്കണ്ട കയറി വരും. ഫീഡ് ചെയ്യരുത് കേട്ടോ, ഫീഡ് ചെയ്യരുത്. ഇതിലെ കണ്ടാൽ മതി. തുറന്നോർത്ത് കുഴപ്പമൊന്നുമില്ല. ആഹാര സാധനങ്ങളൊന്നും ഇട്ട് കൊടുത്തേക്കരുത്, അവന്മാർ വിടില്ല. വാ അങ്ങ് നോക്കേ, ഇതാ കാഴ്ചകൾ കണ്ടോ, എന്ത് ഭംഗിയാന്ന് നോക്കി. ഇറങ്ങുന്നൊന്നുമില്ല, ഒന്ന് കാണാം. വെസ്റ്റേൺ ഗഡ്സ് ഉണ്ടോ, കൊയ്ത്ത് കഴിഞ്ഞിട്ട് കച്ചി റോൾ ചെയ്തിട്ടേക്കുന്നുണ്ടല്ലേ, നല്ലൊരു പ്രദേശം. അപ്പോൾ നമ്മൾ കണ്ട കനാല് അത് മാമ്പഴത്തുറയാർ റിസർവോയറിൽ നിന്ന് ആരംഭിക്കുന്ന കനാലാണ്. ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവിടെ വീഡിയോ ചെയ്യാനായിട്ട് പോയതാണ്. പക്ഷെ നമ്മൾ ഇന്ന് പോയ ആ ഒരു വീടുകളൊക്കെ ഉള്ള ഒരു സ്ഥലത്തേക്ക് അന്ന് പോയില്ലായിരുന്നു കണ്ടോ. ഇത് വില്ലുകുറി എന്ന് പറഞ്ഞ സ്ഥലമാണ്. മെയിൻ റോഡിലേക്ക് വന്ന് കയറി. ഇവിടുന്ന് റൈറ്റ് എടുത്താൽ നമ്മൾ നേരെ ട്രിവാൻഡ്രം ഡയറക്ഷനിലേക്ക് കയറും. ഇതുണ്ടോ വില്ലുകുറി അക്വാഡക്റ്റ്, അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ഇവർ ആ വീട്ടിലേക്ക് ധൈര്യപൂർവ്വം കയറി ചെല്ലാൻ കാരണം അറിയാം, ആ പെങ്കൊച്ച് ആ റോഡ് സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ പെങ്കൊച്ചിനോട് സംസാരിച്ച് അങ്ങനെ പെങ്കൊച്ചിൻ്റെ കൂടെ പോയതാ. പാവം കൊച്ചല്ലേ, ആ കൊച്ചു ജോലി ചെയ്യുന്നു നോക്കി ആ പ്രായത്തിൽ. കട വേറെ ഒന്നും ഇല്ലായിരുന്നു വാങ്ങിച്ചു കൊടുക്കാനായിട്ട്. ആ ടിന്നിലിട്ട് വെച്ചേക്കുന്നത് കുറച്ചേ ഉള്ളൂ. കാരണം അവിടെ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചാൽ ആരും മേടിക്കാനായിട്ട് ചെല്ലില്ലല്ലോ. അപ്പോൾ ആ പണിക്കാരെ ഉദ്ദേശിച്ച് ഉള്ള കടയാണ്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോവാണ് കേട്ടോ, തൊടുപുഴയ്ക്ക് പോവാണ്. പിന്നെ അവിടുന്ന് പോന്നിട്ട് എവിടെ ഇറങ്ങാൻ നിന്നില്ല, ഇവർ നല്ലപോലെ ടയേർഡായിട്ടോ. അതുകൊണ്ട് തന്നെ എങ്ങനെയും തിരുവനന്തപുരത്ത് എത്തുക എന്നുള്ള രീതിയിൽ പോരുമായിരുന്നു. ഇന്നലെ അവിടുന്ന് ഇവരുടെ വീട്ടിൽ നിന്ന് അവിടുന്നാണല്ലോ വിളിച്ചുകൊണ്ട് പോയത് ഇവരെ ഇന്നലെ. അപ്പോൾ അവിടെ വന്നിട്ട് ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു, നല്ലപോലെ റെസ്റ്റ് ചെയ്തു. ആ ഒരു ടൈമിൽ ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ വീഡിയോ ഏകദേശം എഡിറ്റ് ചെയ്ത് തീരുമാനമാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സമയം 9 മണിയായി. 100 കിലോമീറ്റർ ഇനി പോകണം. പതുക്കെ അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ വിഷയമില്ല, ഇങ്ങനെ നമ്മൾ ധൃതിപ്പെട്ട് പോകുന്നില്ല കേട്ടോ. എല്ലാം ഇറങ്ങി കണ്ട് സ്ഥലങ്ങളെല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ടല്ലേ നമ്മൾ സാധാരണ പോകുന്നത്. ഇറങ്ങാൻ മടുത്ത സ്ഥിതിക്ക് പിന്നെ എവിടെ ഇറങ്ങാനായിട്ട് നിന്നില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. നമ്മുടെ ഫാമിലി വ്ളോഗ് 2 വീഡിയോ ആണ് ചെയ്തത്. അപ്പം വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.